നമസ്കാരം. രാഹുൽ ഗാന്ധി അടുത്തിടെ പുറത്തുവിട്ട ആരോപണങ്ങൾ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അങ്ങേയറ്റം പ്രകമ്പനം സൃഷ്ടിക്കുകയും അവയുടെ പ്രത്യാഘാതങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഒക്കെ തന്നെ നിലനിൽപ്പിന് അവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതുമാണ്. ഹരിയാനയിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നടന്നതായിട്ട് ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകളെക്കുറിച്ചുള്ള സുപ്രധാനമായ വെളിപ്പെടുത്തലുകളിലൂടെയാണ് ഈ നീക്കങ്ങൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് താൻ അടുത്തതായിട്ട് ഓപ്പറേഷൻ ഗുജറാത്ത് പ്രഖ്യാപിക്കുമെന്നും അത് പ്രധാനമന്ത്രിയുടെ കസേര ഇളക്കി മറിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. മോദിയുടെ ഭരണനേട്ടം നിലനിൽക്കുന്നതാണോ അതോ വ്യാപകമായ വോട്ടർ തട്ടിപ്പിലൂടെ നേടിയെടുത്തതാണോ എന്ന ഗൗരവമായ ചോദ്യമാണ് രാഹുൽ ഗാന്ധി പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ അതിനെ ദൂരീകരിക്കാൻ ഈ വിഷയങ്ങൾ തെളിവുകൾ സഹിതം തുറന്നു കാണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും നേരിടേണ്ടി വന്ന അപ്രതീക്ഷിത വെല്ലുവിളി അത് ഈ രാഷ്ട്രീയ വിശകലനത്തിൽ അതീവ പ്രാധാന്യം അർഹിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായിയുടെ മുന്നേറ്റം പലരെയും അമ്പരപ്പിച്ചു. ഒരു ഘട്ടത്തിൽ മോദി പിന്നിലായെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് BJP കേന്ദ്രങ്ങളിൽ പോലും ആശങ്കയ്ക്ക് വഴിവെച്ചിരുന്നു. പിന്നീട് 10,000-ലധികം വോട്ടുകൾക്ക് മോദി ലീഡ് നേടിയെടുത്തെങ്കിലും ആദ്യ മണിക്കൂറുകളിലെ ഈ അമ്പരപ്പിക്കുന്ന ആ ഒരു വ്യതിയാനം അത് വോട്ടെണ്ണൽ പ്രക്രിയയുടെ സുതാര്യത സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ ഉയർത്തുന്നതായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 2019 4 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച പ്രധാനമന്ത്രിക്ക് ഇത്തവണ 1,52,513 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത്. ഇത് മുൻ വിജയത്തിൽ നിന്ന് 3 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇത് രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രധാന വിഷയം തന്നെയായിരുന്നു. നരേന്ദ്രമോദിയുടെ വോട്ട് ഷെയറിൽ ഉണ്ടായ പെട്ടെന്നുള്ള ഈ ഇടിവിനും പിന്നാലെയുള്ള അവിശ്വസനീയമായിട്ടുള്ള കുതിച്ചുചാട്ടത്തിനും പിന്നിലെ കാരണങ്ങൾ കൃത്യമായി കണ്ടെത്താൻ അന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് സാധിച്ചിരുന്നില്ല. ഒരു മിന്നും വിജയശീലമുള്ള സ്ഥാനാർത്ഥിക്ക് 3 ലക്ഷത്തിലധികം വോട്ടുകൾ കുറഞ്ഞത് വിശദീകരിക്കാൻ പറ്റാത്ത ഒരു സമസ്യയായി തന്നെ നിലനിന്നു. എന്നാൽ ഈ പ്രതിഭാസത്തെ രാഹുൽ ഗാന്ധി ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ നടന്നതായിട്ട് ആരോപിക്കപ്പെടുന്ന വ്യാപകമായ ഒത്തുകളിയുടെയും അതോടൊപ്പം തന്നെ വോട്ടർ തട്ടിപ്പിന്റെയും ഒക്കെ തന്നെ ഫലമായാണ്. താൽക്കാലികമായി പിന്നോട്ട് പോയ വോട്ടെണ്ണത്തിന്റെ ഗതി മാറ്റിയെടുത്തത് കൃത്രിമമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഈ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനപരമായ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഹരിയാനയിലെ വോട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വിവരങ്ങളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നത് കൂടുതൽ സംശയങ്ങൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. താൻ ഉന്നയിച്ച ഒരു കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിക്കുന്നില്ലെന്നും എന്നാൽ BJP നിരന്തരമായിട്ട് കമ്മീഷനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഡൽഹിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച H-ഫയൽസ് എന്ന ഡാറ്റാ സെറ്റ് അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് നേരെ വലിയ ആശങ്ക ഉയർത്തുന്നതായിരുന്നു. ഇത് കേവലം രാഷ്ട്രീയപരമായ വിമർശനമായി കണക്കാക്കാനാവില്ലെന്നും മറിച്ച് സാധാരണക്കാരായ പൗരന്മാരുടെ തെരഞ്ഞെടുപ്പ് അവകാശം ആസൂത്രിതമായി തന്നെ കവർന്നെടുക്കുന്നതിന് തുല്യമാണ് എന്നും അദ്ദേഹം വാദിച്ചുറപ്പിച്ചു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതായിട്ട് പറയപ്പെടുന്ന വ്യാപകമായ ക്രമക്കേടുകളുടെ വിവരങ്ങളാണ് ഈ ഡാറ്റാ സെറ്റിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധി എത്തിച്ചത്. രാഹുൽ ഗാന്ധി തെളിവായിട്ട് അവതരിപ്പിച്ച വസ്തുതകളിൽ ഒരേ പേരിലുള്ള 100 കണക്കിന് വോട്ടർമാരെയും ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ സ്റ്റോക്ക് ഫോട്ടോ അത് 22 തവണ ഉപയോഗിച്ച് സൃഷ്ടിച്ചതായിട്ട് ആരോപിക്കപ്പെടുന്ന വ്യാജ വോട്ടർമാരെയും ഹൗസ് നമ്പർ 0 എന്ന് രേഖപ്പെടുത്തിയതുപോലുള്ള അവിശ്വസനീയമായ എൻട്രികളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. ഈ സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ലെന്നും മറിച്ച് ഭരണനേട്ടം ഉറപ്പാക്കാൻ വേണ്ടി സംഘടിതമായിട്ട് ആസൂത്രണം ചെയ്ത ഒരു തട്ടിപ്പാണെന്നും തൻ്റെ ഡാറ്റയിലൂടെ സ്ഥാപിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സത്യസന്ധതയെക്കുറിച്ചും വോട്ടർ പട്ടികയുടെ ആധികാരികതയെക്കുറിച്ചുമുള്ള പൊതുചർച്ചകൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഹരിയാനയിലെ ചില മണ്ഡലങ്ങളിൽ റീപോളിംഗ് നടക്കാൻ സാധ്യതയുണ്ടോ എന്നതായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ പോലും പ്രധാനമായി ഉറ്റുനോക്കിയിരുന്നത്. വളഞ്ഞ വഴിയിലൂടെ അധികാരം പിടിച്ചെടുത്ത സർക്കാരിനെതിരെ താൻ നിയമപരമായ പോരാട്ടം തുടരുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം ഈ നീക്കത്തെ കേവലം രാഷ്ട്രീയപരമായ ഒരു യുദ്ധമായി കാണാതെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു രാജ്യസ്നേഹപരമായ പോരാട്ടമായി വിശേഷിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ പത്രസമ്മേളനം അവസാനിപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ ഗുജറാത്തിനെക്കുറിച്ചുള്ള നിർണായകമായ വെളിപ്പെടുത്തലുകൾ കൂടി വരുന്നതോടെ അത് പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിന് എത്രത്തോളം വെല്ലുവിളിയാകും എന്നതും അവിടെയും റീപോളിംഗ് ആവശ്യമായി വരുമോ എന്നുള്ളതുമാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ട സുപ്രധാനമായ ചോദ്യം.